മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വമാകെ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചന സന്ദേശം ഇങ്ങനെയാണ്: മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാട്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത്. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ അധികമില്ല. സിനിമയിൽ നിലനിന്ന് പോകുന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചത്. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവാത്മകമായി മാറ്റുന്നതിന് ശ്രീനിവാസൻ പ്രയത്നിച്ചു. തന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംവിധാനം തുടങ്ങിയ അഭിനയം വരെയുള്ള മേഖലകളിലായി വ്യാപരിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അസാധാരണമാം വിധം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിക്കുന്നു. അദ്ദേഹം ഇന്ന് എറണാകുളത്തുണ്ട്. വസതിയിലേക്ക് എത്തും, അതല്ലെങ്കിൽ ടൗൺ ഹാളിലേക്കായിരിക്കും മുഖ്യമന്ത്രി എത്തുക. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു വളർന്ന സിനിമയോടുള്ള അഭിനിവേശം സ്വപ്രയത്നത്തിലൂടെ പ്രായോഗിക തലത്തിലെത്തിച്ച ശ്രീനിവാസന്റെ ജീവിതം പരിശ്രമശാലികൾക്കുള്ള പാഠപുസ്തകമാണ് എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന്റെ ജീവിതത്തെ അനുസ്മരിച്ചത്. മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ അനുസ്മരിച്ചത് ബുദ്ധിപരമായി സിനിമയെ സമീപിച്ച ആളായിരുന്നു എന്നാണ്. വ്യക്തിപരമായ ഏറെ അടുപ്പമുണ്ടായിരുന്ന ശ്രീനിവാസന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ അനുശോചിച്ചു. അതുപോലെ തന്നെ സ്പീക്കർ AN ഷംസീർ, മലയാള സിനിമയിലെ പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ വിയോഗം കേരളത്തിലും മലയാള സിനിമാ ലോകത്തിനും തീരാ നഷ്ടമാണ്. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ആരാധകർക്കുമുള്ള ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ അനുസ്മരിക്കുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിത സങ്കടങ്ങളും പ്രതീക്ഷകളും തന്റെ കലാരൂപങ്ങളിലൂടെ ശ്രീനിവാസൻ ശക്തമായി അവതരിപ്പിച്ചുവെന്ന് സ്പീക്കർ അനുസ്മരിച്ചു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, മലയാള സിനിമയിലെ വിസ്മയകരമായ ഒരു പ്രതിഭയാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടുകാലം മലയാള ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ച അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് അർത്ഥപൂർണമായ ഉദാഹരണമായിരുന്നു. സാധാരണക്കാരന്റെ ജീവിതാനുഭവങ്ങളെ ഇത്രത്തോളം തന്മയത്വത്തോടെയും ലളിതമായും വെള്ളിത്തിരയിൽ എത്തിച്ച മറ്റൊരു കലാകാരൻ നമുക്കില്ല എന്ന് സിനിമാ മന്ത്രി, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അനുസ്മരിക്കുകയാണ്. ഹാസ്യത്തെ വെറും ചിരിക്കപ്പുറം ചിന്തയ്ക്കുള്ള വഴിമരുന്നായി ഉപയോഗിച്ച അദ്ദേഹം മലയാളിയുടെ സാമൂഹിക ബോധത്തെ സ്വാധീനിച്ച കലാകാരൻ കൂടിയായിരുന്നു. ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതൊട്ടും ചോരാതെ കലയാക്കി മാറ്റുകയും ചെയ്ത അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് തീരാത്ത നഷ്ടമാണ്. പ്രിയ കലാകാരന്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സിനിമാ പ്രേമികളുടെയും വേദനയിൽ ഞാനും പങ്കുചേരുന്നുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ അനുശോചനമാണ്. ഇപ്പോൾ കണ്ടനാട്ടെ, എറണാകുളം ഉദയം പേരിലുള്ള കണ്ടനാട്ടിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്.